ഹലോ ഹലോ ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ചിക്കൻ കറി നമുക്ക് ലേസി ഡേയ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. കാരണം ഇതിന് വേറെ പണിയൊന്നുമില്ല. സവോള ഒന്ന് വഴറ്റി കിട്ടേണ്ട സമയം മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കിയാലോ. ആദ്യം പാനിലേക്ക് ഇച്ചിരി നെയ്യ് ഇടാം. നെയ്യ് ഇടാൻ ആഗ്രഹമില്ലാത്തവർ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. പക്ഷെ നെയ്യ് ഇടുമ്പോൾ ഇച്ചിരി കൂടി ഫ്ലേവർ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നെയ്യ് ഇട്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് ചോപ്പ് ചെയ്ത് ഓണിയൻസ് ഇടുക. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. 1 കിലോ ചിക്കന് ഞാൻ ഒരു 2 ഓണിയൻസ് ആണ് എടുത്തത്. ചോപ്പ് ചെയ്താണ് എടുത്തത്. അപ്പം ചോപ്പ് ചെയ്ത് ആ ഓണിയൻസ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാലകളെല്ലാം കൂടെ ചേർക്കണം. അപ്പം മസാല എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടി ചേർക്കുക. അതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ അരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അപ്പം മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും എനിക്ക് ഇപ്പം ഇച്ചിരിയുടെ കളർ വേണം തോന്നി. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. കാരണം ഈ കറി ഇച്ചിരി റെഡ് കളറിലിരിക്കണം. അപ്പം ഞാൻ ഇച്ചിരി കൂടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. അതെല്ലാം ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുമ്പോഴേക്കും ചിക്കൻ ഇടുക. ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാവുള്ളൂ. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. പിന്നെ അത് മാത്രമല്ല, ലാസ്റ്റിൽ വേറൊരു സാധനം, ഒരു സീക്രട്ട് സാധനം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെയും കൂടെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഒത്തിരി നമുക്ക് വെള്ളം വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഇതെല്ലാം മസാലയെല്ലാം ചിക്കനിലോട്ട് നല്ലതായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുറിച്ച തക്കാളി ഇടുക. പിന്നെ ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ വേവ് ആവേണ്ട, ഒരു പകുതി വേവ് ആയാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണമെന്നുള്ളത്. അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് പകുതി വേവ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നല്ല തൈരാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തൈരിട്ടുള്ള ചിക്കൻ കറി ഞാൻ അധികം കണ്ടിട്ടില്ല. ഇടുന്നവർ കാണുമായിരിക്കും. ചിലപ്പം നോർത്ത് ഇന്ത്യയിലോ പാകിസ്ഥാൻ സ്റ്റൈൽ കറികളിലൊക്കെ ആയിരിക്കും ഈ തൈര് കൂടുതലും യൂസ് ചെയ്യുന്ന ചിക്കൻ കറിയിൽ. അപ്പോൾ തൈര് നല്ലതായിട്ട് ചിക്കൻ കറിയിലോട്ട് മിക്സ് ചെയ്ത് ഒരു ചിക്കൻ ഫുള്ള് വേകുന്ന വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് അതിലോട്ട് നമ്മുടെ ഫ്രഷ് മല്ലിയില അതിലോട്ട് ഒരു ഇച്ചിരി ഇട്ടിട്ട് പിന്നെ ലാസ്റ്റിലൊരു ടീസ്പൂൺ നെയ്യ് അതിൻ്റെ മണ്ടയിലോട്ട് ചുമ്മാ ഒന്ന് ഒഴിച്ച് വിടുക. എന്നിട്ടൊരു 5 മിനിറ്റ് ലാസ്റ്റ് അങ്ങനെ അടച്ച് വെച്ചൊന്ന് വേവിച്ച് നമുക്ക് ചിക്കൻ കറി സെർവ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ടയുടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ 3 മിനിറ്റ്സ് ഓഫ് വീഡിയോ ആൻഡ് 30 മിനിറ്റ്സ് ഓഫ് കുക്കിംഗ് ടൈം വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇത് ട്രൈ ചെയ്യാൻ ആരും മറക്കല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.